ശക്തമായ മഴയിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശനഷ്ടം. മഴക്കെടുതിയിൽ മരണം 21ആയി. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച 7 പേരുടെ മൃതദേഹം കണ്ടെത്തി. വിഴുപുരം, കടലൂർ, കൃഷ്ണഗിരി ജില്ലകളിൽ മഴ ദുരിതം വിതച്ചു. വിഴുപുരം സാക്ഷിയായത് 50 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴക്കെടുതിക്ക്. വൈദ്യുതാഘാതമേറ്റും മരം വീണുമാണ് 6 പേർ മരിച്ചത്. തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച 7 പേരുടെയും മൃതദേഹം കണ്ടെത്തി. ഇതിൽ 5 പേർ കുട്ടികൾ. കൃഷ്ണഗിരിയിൽ 24 മണിക്കൂറിനിടെ പെയ്തത് റെക്കോർഡ് മഴ. പറശ്ശിനേരി തടാകം കരകവിഞ്ഞതോടെ കൃഷ്ണഗിരിയിലെ ഉത്തങ്കരൈ ദേശീയപാതയിൽ നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടു. ഈ വാഹനങ്ങൾ പിന്നീട് ക്രെയിനുകൾ ഉപയോഗിച്ച് വലിച്ചു കയറ്റി. നദികൾ കരകവിഞ്ഞതോടെ നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. വിഴുപുരം, കള്ളക്കുറിച്ചി, തിരുവണ്ണാമലൈ ജില്ലകളിൽ 1,29,000 ഹെക്ടർ കൃഷി നശിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. മലയോര ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഏത് സാഹചര്യവും നേരിടാൻ സംസ്ഥാനം പൂർണ്ണസജ്ജമെന്ന് മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. NDRFന്റെ 4 സംഘങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കാസർഗോഡ്, തൃശൂർ, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കാസർഗോഡ്, തൃശൂർ ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ, മദ്രസകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മലപ്പുറത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് ഉച്ചയോടെ മഴ ശക്തമായി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പലയിടങ്ങളിലും വെള്ളം കയറി. മലപ്പുറം വഴിക്കടവിൽ കനത്ത മഴയിൽ ആദിവാസി നഗർ ഒറ്റപ്പെട്ടു. പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് വഴിക്കടവ്, പുഞ്ചക്കൊല്ലി, അളക്കൽ നഗറുകൾ ഒറ്റപ്പെട്ടത്. നീലഗിരി, വഴിക്കടവ് മേഖലകളിലെ കനത്ത മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. 2018-ലുണ്ടായ പ്രളയത്തിൽ ഈ മേഖലയിലെ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയിരുന്നു. മുളകനുണ്ടാക്കിയ ചെങ്ങാടമാണ് പുന്നപ്പുഴ കടക്കാൻ ഇവിടെയുള്ളവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചതോടെ ചെങ്ങാടത്തിൽ പുഴ കടക്കാൻ പ്രയാസമാണ്.